വോട്ട ഏറ്റവും അപ്പം നവരാത്രി 4ാമത്തെ ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചു. അപ്പോൾ തലേ ദിവസത്തെ ഗർഭയൊക്കെ കളിച്ച് വന്ന് ഇവിടെ ഫ്രഷ് ഒക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ 4:30 എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഹോർലിക്സ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഇത്തവണ മേടിച്ച ഹോർലിക്സിൽ കുറേ ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ അരിച്ചെടുത്ത് തന്നിട്ട് ഡേറ്റ്സ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, തണുത്ത പാൽ ആഡ് ചെയ്ത് നന്നായിട്ട് ഇവിടെ ഫ്രോത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് താങ്ക് ഗോഡ് ടോസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. സോറി വിശന്ന് ആർത്തി മുട്ടിപ്പോൾ അത് നിങ്ങൾക്ക് തരാൻ മറന്നുപോയി, പക്ഷേ ഞാൻ പിന്നെ നിങ്ങൾക്ക് തന്നു. എന്നിട്ട് ഞാൻ കഴിച്ചതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങി. ഞാൻ ലഞ്ച് ടൈമിലാണ്. ലഞ്ചിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മമ്മി ചോറ് വെച്ചതിൻ്റെ ഒപ്പം തന്നെ തലേ ദിവസത്തെ തീയലും തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം മമ്മി തക്കാളി വാട്ടി ഉണ്ടാക്കി, ഉരുളൻകിഴങ്ങും സ്പിനാച്ചും മെഴുക്കുവരട്ടി ഉണ്ടാക്കി, പിന്നെ അമൂലിന്റെ പ്രോബയോട്ടിക് ദഹി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ തൈര് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ട്രൈ ചെയ്തു. ദേവിക്ക് പ്രസാദമായിട്ട് മമ്മി പാലും തേനും കൽക്കണ്ടാണ് വച്ചിരുന്നത്. ആൻഡ് ദീപാരാധനയ്ക്ക് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ഓട്സ് അവക്കാഡോ മിൽക്ക് ബൗളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓട്സ് കുറച്ചൊന്ന് സോഫ്റ്റ് ആണ്, നല്ല കഴിക്കാൻ രസമാണ്, ഭയങ്കര പച്ച ചവയ്ക്കും അതുകൊണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ആരത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റി പ്രസാദവും കിട്ടി. ആൻഡ് ഈ ഒരു പ്രിൻസസ് പോസ് ഈയിടെ മമ്മിയുടെ വളരെ ഫേവറേറ്റ് ആണ്. എന്നിട്ട് ബ്രേക്ക് ടൈമിൽ നമുക്ക് സ്നാക്സിനായിട്ട് ഇന്ന് കിട്ടിയതായിരുന്നു ഈ ഒരു പപ്പടി ചാട്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ ചായ തപ്പി, പക്ഷേ ചായ അവിടെ കൊണ്ടായിരുന്നില്ല. എന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നമ്മുടെ വീട്ടിൽ വെച്ച പ്രസാദം ഞാൻ കഴിച്ചില്ല എന്നുള്ളത്. അപ്പോൾ അത് കഴിച്ചു, ഞാൻ ചൂടുവെള്ളം കുടിച്ചു. അപ്പോൾ ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.